എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മളൊരു വർക്കൗട്ട് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഡേ 2 ആണ്. ഡേ 1 ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വർക്കൗട്ട് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഇതിനകത്ത് നോക്കിയിട്ട് ഒരിക്കലും വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് വേറൊരാൾക്ക് കണ്ട് ഇൻസ്പയർ ആയി ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലല്ല ഞാൻ ഈ വർക്കൗട്ട് വീഡിയോ ഇടുന്നത്. ഞാൻ സ്വയമേ മോട്ടിവേറ്റ് ആയിട്ട് ഞാൻ തന്നെത്താനെ ഒരു സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് അങ്ങനെ ഒരു വീഡിയോ ആണ് എൻ്റെത്. എന്നെ ഇൻസ്പയർ ആയി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ജിമ്മിൽ പോകാൻ, നമ്മുടെ ഹെൽത്ത് കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം. പക്ഷെ എൻ്റെ വർക്കൗട്ട് വീഡിയോസ് ഒന്നും പ്രോപ്പർ അല്ല, കറക്റ്റ് അല്ല. കാരണം ഞാനൊരു ബിഗിനറാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഞാൻ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അതെല്ലാം ഞാൻ തെറ്റാണ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്ത് മാത്രമേ അതെല്ലാം ശരിയായി വരത്തുള്ളൂ. അപ്പം ഞാൻ പോകുന്നത് പോലെ ആർക്കെങ്കിലുമൊക്കെ സ്വയമേ പോകാൻ ഇഷ്ടമാണ് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാരണം വേറൊരാൾക്കൊരു മോട്ടിവേഷൻ ആകുവാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു മോട്ടിവേഷൻ ആവുന്നില്ല, ഒരു ഇൻസ്പയർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല. കാരണം എനിക്ക് എന്റേതായ രീതിയിൽ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ ഫുൾ സ്റ്റോറി, അതായത് ഞാൻ ഈ ഒരു വർക്കൗട്ട് സ്റ്റോറീസ് അല്ല പറയുന്നത്. എല്ലാ ദിവസവും എൻ്റെ ഒരു കണ്ടന്റ് വെച്ചിട്ട് എല്ലാ ദിവസവും ഞാനിപ്പോൾ തീരുമാനിച്ചു വെച്ചേക്കുന്നത് നമ്മുടെ പഴയ സ്റ്റോറികൾ, അതായത് എനിക്കിപ്പം 24 ഏജ് ആയി. അപ്പം എൻ്റെ ഈ 24 ഇയേഴ്സിൽ ഈ ഒരു 24 വർഷത്തിനുള്ളിൽ എൻ്റെ ലൈഫിൽ നടന്നു പോയിട്ടുള്ള കുറെ സന്തോഷമായ കാര്യങ്ങളും സങ്കടമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയുണ്ട്. അതിൽ സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് മറ്റുള്ളവരിലേക്ക് അറിയിക്കണം എന്ന് എനിക്കിഷ്ടമുള്ളത്. ഒരിക്കലും ഞാൻ എൻ്റെ നെഗറ്റീവ് സൈഡ് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വന്നത് ഒന്നും ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുക അല്ലെന്നുണ്ടെങ്കിൽ അത് കേട്ട് മറ്റുള്ളവർക്ക് ചിലപ്പോൾ സന്തോഷിക്കും, ഇവർക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് നല്ല കാര്യം എന്ന്. ചിലപ്പോൾ സങ്കടം സെന്റിമെന്റ്സ് കാണിക്കും നമ്മളോട്, അയ്യോ അങ്ങനെ ഉണ്ടായി പോയിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഒരിക്കലും അത് ആ ഒരു സന്തോഷിക്കാനോ അല്ലെങ്കിൽ ഞാൻ കാരണം എൻ്റെ ലൈഫ് സ്റ്റോറി കാരണം വേറൊരാൾക്ക് ഒരു സന്തോഷം തോന്നുകയോ സങ്കടം തോന്നുകയോ ചെയ്യാതിരിക്കട്ടെ. ഒരു നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമാണ് ഞാനൊരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ പോസിറ്റീവ് കാണിച്ചിട്ട് നമ്മുടെ നെഗറ്റീവ് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ഒരാളെയും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ പഴയ ഓർമ്മകൾ, നമുക്ക് മറക്കാൻ വേണ്ടി പറ്റാത്ത കുറെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഓർക്കുന്ന കുറെ മെമ്മറീസ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരു മെമ്മറിയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയും അഖിലും അമ്മുമ്മയും അമ്മച്ചിയും ഞങ്ങൾ 5 പേരാണുള്ളത്. പിന്നെ 2 പേരും കൂടെ ഉണ്ട്, ബെല്ലയും ഷിട്ടും. അവരെന്റെ പെറ്റ് ഡോഗ്സ് ആണ്. അപ്പൊ അവര് വന്നിട്ട് വളരെ കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. ബെല്ല എന്ന് പറയുന്നത് ആൾക്കിപ്പോ ഒരു 4 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ആള് വന്നിട്ട് ഒരു 4 വർഷവും. ഷിട്ടു എന്ന് പറയുന്ന അവള് വന്നിട്ട് ഇപ്പൊ ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അവൾക്ക് 2 വയസ്സും അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അവർ രണ്ടുപേരും പുതിയ അതിഥികളാണ്. അപ്പൊ അവര് വരുന്നതിനൊക്കെ മുന്നേ, അതായത് കുറേ വർഷം പുറകിലോട്ട് ചിന്തിക്കുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കാര്യം, എനിക്ക് എപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എന്നോട് എല്ലാവരും കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കുക്കിംഗ് എവിടെ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചതാണോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ചെയ്യുന്നതാണോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുക്കിംഗ് ഒരിക്കലും പഠിച്ചിട്ടില്ല. അതായത് എനിക്ക് അവസരങ്ങൾ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഓരോന്ന് പരീക്ഷണങ്ങൾ, ചിലതൊക്കെ പാളിപ്പോയിട്ടുണ്ട്, ചിലതൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് റെഡിയാക്കിയിട്ടാണ് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ സ്കൂൾ ടൈമിൽ അമ്മയും അപ്പയും ജോലിക്ക് പോകുമായിരുന്നു. പിന്നെ വീട്ടില് അമ്മച്ചിയും ഞാനും അനിയനും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം സ്കൂളിൽ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും എപ്പോഴും ഞാൻ ചിന്തിക്കുമായിരുന്നു, അമ്മ എപ്പോഴും ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അമ്മയും അപ്പയും ജോലിക്ക് പോകുന്നുണ്ട് ആ ടൈമിൽ. ഇപ്പൊ അമ്മ ജോലിക്കൊന്നും പോകുന്നില്ല. പണ്ട് ആ ടൈമിൽ അമ്മയും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ക്ലാസ്സും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും
അപ്പ എപ്പോഴും മീനോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വെക്കും. തലേ ദിവസമേ മീൻ വാങ്ങിച്ചു വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും അമ്മ അത് കറി വെച്ചിട്ട് പോകുന്നത്. ഫ്രിഡ്ജിൽ മീനൊക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടായിരിക്കും അമ്മ അരപ്പൊക്കെ അരച്ച് തലേ ദിവസം രാത്രിയിലേ വെക്കും. എന്നിട്ട് രാവിലെ ഉണ്ടാക്കും. അപ്പൊ ഞാൻ വിചാരിക്കും അമ്മ പാവം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് വരുന്നതല്ലേ, വന്നു കഴിഞ്ഞിട്ട് പിന്നെയും വീട്ടിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, വീട് ഫുള്ള് തൂത്ത് തുടച്ച് ഒക്കെ അമ്മ ഇടണം. പിന്നെ അത് ഞാൻ പറയുന്ന ഒരു 7th 8th 9th പോട്ടെ, ഒരു 8th 9th 10th ആ ഒരു സ്കൂൾ ടൈമിലെ കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. ഒരുപാട് ചെറിയ പ്രായത്തിലെ കാര്യമല്ല. ഒരു 8th 9th 10th ഞാനൊരു മെച്ചുവേർഡ് ആയതിനു ശേഷമാണ് ഞാൻ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയത്. അതായത് ഞാൻ തന്നെത്താനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ആ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആണെങ്കിലും ഞാൻ അപ്പുറത്ത് എന്റെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളൊരു എന്റെ അപ്പയുടെ ചേട്ടന്മാര് 3 പേരും തൊട്ട് പുറകിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിലും അത് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അടുത്ത ദിവസം വേറെ എന്തെങ്കിലും ഉണ്ടാക്കി പിന്നെ അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആ കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ല, ഇന്ന കാര്യങ്ങളൊക്കെ കുറവാണ്, എന്തെങ്കിലും പോരായ്മയുണ്ട്, അത് അടുത്ത കാര്യത്തിൽ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ടായിരുന്നേ. അപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. ഞങ്ങളപ്പം ക്ലാസ്സും കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ട്യൂഷന് പോകും. ട്യൂഷനും കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുന്നത്. കാരണം സ്കൂളിലെ കാര്യങ്ങളൊക്കെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ തീർക്കും. ഞാൻ